ഹായ് വെൽക്കം ബാക്ക്. ICDS സൂപ്പർവൈസറിന്റെ ഹോം സയൻസ് നമ്മൾ ഇന്നലെ കുറച്ച് ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്തിരുന്നു. ഇന്ന് അതിന്റെ തുടർച്ചയായിട്ട് കുറച്ച് ക്വസ്റ്റ്യൻസും കൂടി നമുക്ക് ഡിസ്കസ് ചെയ്യാം. സോ ലെറ്റ്സ് മൂവ് ഓൺ ടു ദ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഫോർ ദ ഡേ. ക്വസ്റ്റ്യൻ നമ്പർ 5 ആണ്. Through which medium is the typhoid pathogen primarily transmitted? ഈ താഴെ കൊടുത്തിരിക്കുന്ന മീഡിയത്തിൽ 4 മീഡിയംസ് ഉണ്ട്. യൂറിൻ, വാട്ടർ, ബ്ലഡ്, സെറിബ്രോസ്പൈനൽ ഫ്ലൂയിഡ്. ഈ 4 മീഡിയംസിൽ ഏത് മീഡിയത്തിലൂടെയാണ് ടൈഫോയിഡിന്റെ പാത്തജൻസ് ട്രാൻസ്മിറ്റ് ചെയ്യുന്നത് അല്ലെങ്കിൽ അത് പകരുന്നത് എന്നുള്ളതാണ് ഇവിടെ ഈ ചോദ്യം. ഓക്കെ, നമുക്കറിയാം ഓപ്ഷൻ ബി ആണ് ഇതിന്റെ ആൻസർ. അത് വെള്ളത്തിലൂടെയാണ് അത് പകരുന്നത്. നമുക്കിനി ഇതിന്റെ കുറച്ച് എക്സ്പ്ലനേഷൻ ഒന്ന് നോക്കാം. ഇപ്പം ടൈഫോയിഡ് ഫീവർ ഇസ് കോസ്ഡ് ബൈ ബാക്ടീരിയം സാൽമണല ടൈഫി. ഈ ബാക്ടീരിയമാണ് ടൈഫോയിഡ് പകരുന്നത്. ദിസ് ഈസ് മോസ്റ്റ് കോമൺലി ട്രാൻസ്മിറ്റഡ് ത്രൂ കണ്ടാമിനേറ്റഡ് വാട്ടർ ആൻഡ് ഫുഡ്. അപ്പോൾ ഇത് ഈ ബാക്ടീരിയ ബാധിച്ചിട്ടുള്ള വെള്ളത്തിലൂടെയും ഭക്ഷണത്തിലൂടെയാണ് പ്രധാനമായിട്ട് ഇത് പകരുന്നത്. This mode of transmission occurs when water or food becomes contaminated with feces from an infected person. ഇത് ഓൾറെഡി ഇൻഫെക്റ്റഡ് ആയിട്ടുള്ള ഒരു വ്യക്തിയുടെ ഫീസസ് ഈ വെള്ളവും ഭക്ഷണവും ഒക്കെ ആയിട്ട് കണ്ടാമിനേറ്റഡ് ആകുമ്പോഴാണ് പ്രധാനമായിട്ട് ഇത് പകരുന്നത്. Now, drinking or eating such contaminated water or food leads to the ingestion of the bacteria, resulting in the development of typhoid fever. അപ്പോൾ ഇത്തരത്തില് മോശമായ ഭക്ഷണം കഴിക്കുകയോ അല്ലെങ്കിൽ വെള്ളം കുടിക്കുകയോ ചെയ്യുന്നതോടുകൂടി ഈ ബാക്ടീരിയ ഉള്ളിലേക്ക് ചെല്ലുന്നു, അങ്ങനെ ടൈഫോയിഡ് ഫീവർ ഉണ്ടാകുന്നു എന്നുള്ളതാണ്. അപ്പോൾ this makes water the direct medium through which the pathogen is transmitted, posing a significant risk in areas with poor sanitation and water treatment facilities. അപ്പോൾ പൊതുവെ ഇത് കൂടുതലായിട്ട് കണ്ടുവരുന്നത് മോശമായ സാനിറ്റേഷൻ ഫെസിലിറ്റീസ് ഉള്ള അല്ലെങ്കിൽ വാട്ടർ ട്രീറ്റ്മെന്റ് ഫെസിലിറ്റീസ് മോശമായിട്ടുള്ള ഏരിയാസിലാണ് ഇത് കൂടുതൽ ട്രാൻസ്മിറ്റ് ചെയ്യുന്നത്. ആൻഡ് വെള്ളം ഇതിന്റെ ഒരു ഡയറക്റ്റ് മീഡിയം, ഡയറക്റ്റ് ആയിട്ട് വെള്ളത്തിലൂടെ ട്രാൻസ്മിറ്റ് ആകുന്നു എന്നുള്ളത്. ഇനി നമുക്ക് 3 ഓപ്ഷൻസ് ഉണ്ട് ഇവിടെ, നമ്മുടെ ഓൾട്ടർനേറ്റ് ഓപ്ഷൻസ്. അത് നമുക്ക് ക്വിക്ക് ആയിട്ടൊന്ന് നോക്കാം. അപ്പൊ യൂറിനകത്തും പാത്തജൻസ് ഉണ്ടാകാം, പക്ഷേ ഇത് ഈ സാൽമോണല ടൈഫി ട്രാൻസ്മിറ്റ് ചെയ്യുന്നതിനുള്ള വളരെ കോമൺ ആയിട്ടുള്ള ഒരു മീഡിയം അല്ല. അതുകൊണ്ട് ഇത് നമ്മുടെ ആൻസർ അല്ല. ഇനി ബ്ലഡ് നോക്കിയാലോ, S. typhi can be found in the bloodstream during infection. ഇൻഫെക്റ്റഡ് ആയിരിക്കുമ്പം ബ്ലഡിൽ S. typhi എന്ന് പറയുന്ന ബാക്ടീരിയം അവിടെയുണ്ട്. പക്ഷെ ടൈഫോയിഡ് ഫീവർ ഇസ് നോട്ട് ട്രാൻസ്മിറ്റഡ് ഡയറക്ട്ലി ത്രൂ ബ്ലഡ്. ഡയറക്ട്ലി രക്തത്തിലൂടെ ടൈഫോയിഡ് ഫീവർ അങ്ങനെ ട്രാൻസ്മിറ്റ് ആകുന്നതായിട്ട് കണ്ടുവരുന്നത് കുറവാണെന്നുള്ളതാണ്. ഇനി സെറിബ്രോസ്പൈനൽ ഫ്ലൂയിഡോ, ടൈഫോയിഡ് ഫീവർ ഡസ് നോട്ട് സ്പ്രെഡ് ത്രൂ സെറിബ്രോസ്പൈനൽ ഫ്ലൂയിഡ് because this fluid surrounds and protects the brain and spinal cord. ബ്രെയിനെയും സ്പൈനൽ കോർഡിനെയും പ്രൊട്ടക്ട് ചെയ്യുന്ന ഫ്ലൂയിഡ് ആണ് ഈ സെറിബ്രോസ്പൈനൽ ഫ്ലൂയിഡ് എന്ന് പറയുന്നത്. ആൻഡ് ടൈഫോയിഡ് ഫീവർ പകരുന്നതിനുള്ള ഒരു കോമൺ ട്രാൻസ്മിഷൻ റൂട്ട് അല്ല ഇത് എന്നുള്ളതാണ്. ക്വസ്റ്റ്യൻ നമ്പർ 6. വാട്ട് ഈസ് ദ നേച്ചർ ഓഫ് മോസ്റ്റ് ട്യൂമേഴ്സ്? ഓക്കെ, ട്യൂമേഴ്സിന്റെ നേച്ചർ എന്താണ്? ഒത്തിരിയധികം ട്യൂമേഴ്സ് ഉണ്ട്. മാലിഗ്നന്റ്, ബെനിങ്, റിലേറ്റഡ് ടു കാർസിനോമ ഓർ സാമ്പിൾ ബോയിൽസ് എന്നുള്ളതാണ്. Well, ഇത് ഓപ്ഷൻ ബി ആണ് നമ്മുടെ കറക്റ്റ് ആൻസർ. ഓക്കെ, so let's look at the explanations. Most tumors are benign. Benign tumors are non-cancerous growths in the body. അപ്പോൾ അത് benign എന്ന് പറയുന്നത് അത് നോൺ ക്യാൻസറസ് ആയതുകൊണ്ടാണ്, അത് ക്യാൻസറസ് അല്ല എന്നുള്ളത് കൊണ്ടാണ്. Now, unlike malignant tumors, ഈ malignant tumors ആണ് cancerous tumors എന്ന് പറയുന്നത്. Benign tumors do not spread to other parts of the body. അവിടെ മെറ്റസ്റ്റാറ്റൈസേഷൻ നടക്കില്ല, അതുകൊണ്ടാണ് എന്താ പറയേണ്ടത്, ഇത് സ്പ്രെഡ് ആകില്ല എന്ന് പറയുന്നത്. Now they can often be removed and in most cases they do not come back. Benign tumors എന്ന് പറയുമ്പോൾ സാധാരണഗതിയിൽ അത് എടുത്തു കളയാൻ സാധിക്കും, എടുത്തു കളഞ്ഞാൽ അത് തിരിച്ചു വരാനും സാധ്യതയില്ല എന്നുള്ളതാണ്. Now, benign tumors are less serious than malignant tumors and are not considered life-threatening because they are usually slow-growing and they are contained എന്നുള്ളതാണ്. ഓക്കെ, അത് വളരെ പതുക്കെയാണ് അതിന്റെ ഗ്രോത്ത് നടക്കുന്നത്. അത് മരണത്തിലേക്ക് എത്തിക്കാനുള്ള സാധ്യത വളരെ കുറവാണ്. ആൻഡ് അത് റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ അതോടുകൂടി അതിന്റെ പ്രശ്നം അവിടെ കഴിയും എന്നുള്ളതാണ്. ഇനി ഇതിന്റെ ഓൾട്ടർനേറ്റ് ഓപ്ഷൻസ് നമുക്കൊന്ന് നോക്കാം. First one is malignant. So malignant tumors are cancerous. ഇത് cancerous tumors ആണ് and can invade nearby tissues and spread to other parts of the body.
ഓക്കെ, അതാണ് മാലിഗ്നന്റ് ട്യൂമേഴ്സ്. ഇപ്പൊ ക്യാൻസർ ഉണ്ടാക്കുന്ന ട്യൂമേഴ്സിനെയാണ് മാലിഗ്നന്റ് ട്യൂമേഴ്സ് എന്ന് പറയുന്നത്. Now, while some tumors are malignant, not all tumors are. That saying most tumors are malignant would be incorrect. അപ്പൊ എല്ലാ ട്യൂമേഴ്സും അല്ലെങ്കിൽ കൂടുതലും ട്യൂമേഴ്സ് മാലിഗ്നന്റ് ആണെന്ന് നമുക്ക് പറയുന്നത് ശരിയല്ല എന്നുള്ളതാണ്. സോ അതുകൊണ്ട് ഇത് അതിന്റെ ആൻസർ അല്ലാത്തത്. Now, related to carcinoma എന്ന് പറയുമ്പോൾ, again, carcinoma is a type of cancer that begins in the skin or in tissues that line or cover internal organs. ഇപ്പൊ നമ്മുടെ ഉള്ളിലുള്ള ഇന്റേണൽ ഓർഗൻസിനെ കവർ ചെയ്യുന്ന ആ ഒരു ലൈൻ, ഒന്നുകിൽ ആ ഒരു ലൈനിങ്ങിൽ അല്ലെങ്കിൽ ആ ഒരു ടിഷ്യൂസിൽ അല്ലെങ്കിൽ സ്കിന്നിൽ തുടങ്ങുന്നതാണ് ഈ കാർസിനോമ എന്ന് പറയുന്നത്. Now, while many tumors can be carcinomas, tumors can also be of other types such as sarcomas, lymphomas, or leukemias. Therefore, not all tumors are related to carcinoma. അതുകൊണ്ടാണ് ഇത് അതിന്റെ ഓപ്ഷൻ ആയിട്ട് നമ്മൾ തിരഞ്ഞെടുക്കാത്തത്. ഇനി സാമ്പിൾ ബോയിൽസ് എന്ന് പറയുമ്പോൾ, so boils are skin infections that start in hair follicles or oil glands. അതാണ് ശരിക്കും ബോയിൽസ് അല്ലെങ്കിൽ ചെറിയ പൊക്കി ഇങ്ങനെ വരുന്നത് സ്കിന്നിൽ. ഓക്കെ, അതിനെയാണ് ബോയിൽസ് എന്ന് പറയുന്നത്. Now, they are not tumorous. അത് tumorous അല്ല, but rather infections that lead to red, swollen, painful lumps on the skin. റെഡ് കളറിൽ swollen ആയിട്ട് സ്കിന്നിൽ വരും, അത് പെയിൻഫുള്ളും ആയിരിക്കും എന്നുള്ളത്. പക്ഷേ അത് ട്യൂമർ അല്ല, അതുകൊണ്ട് ഇതും നമ്മുടെ ഓപ്ഷൻ അല്ല എന്നുള്ളത്. നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. Question number 7. The ELISA test is helpful for the detection of. അപ്പൊ എലിസ ടെസ്റ്റ് എന്ന് പറയുമ്പോൾ എൻസൈം ലിങ്ക്ഡ് ഇമ്മ്യൂണോസോർബന്റ് അസേ, അതാണ് എലിസ എന്ന് പറയുന്നത്. എലിസയുടെ ഫുൾ ഫോം അതാണ്. ഈ എലിസ ടെസ്റ്റ് എന്ത് ഡിറ്റക്ട് ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്നത്? ലെപ്രസി ആണോ, ക്യാൻസർ ആണോ, എയ്ഡ്സ് ആണോ, മലേറിയ ആണോ? വെൽ, ഓപ്ഷൻ സി ആണ് നമ്മുടെ റൈറ്റ് ആൻസർ. എയ്ഡ്സ് ഡിറ്റക്ട് ചെയ്യാനായിട്ടാണ് ഈ എലിസ ടെസ്റ്റ് ഉപയോഗിക്കുന്നത്. അപ്പൊ ഈ ടെസ്റ്റിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് നമ്മൾ നോക്കിയാലോ, ELISA tests are widely used in medicine and pathology to detect the presence of antibodies or antigens in the blood. അപ്പൊ ഈ ഇൻഫെക്ഷൻ മുഖാന്തരം ഉണ്ടാകുന്ന ആന്റിബോഡീസ് അല്ലെങ്കിൽ ആന്റിജൻസിന്റെ പ്രസൻസ് ഡിറ്റക്ട് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ടെസ്റ്റ് ആണ് എലിസ ടെസ്റ്റ് എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ എയ്ഡ്സിന്റെ ആ ഒരു കോണ്ടെക്സ്റ്റിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ, ദിസ് ഇസ് കോസ്ഡ് ബൈ ഹ്യൂമൻ ഇമ്മ്യൂണോ ഡെഫിഷ്യൻസി വൈറസ്, HIV വൈറസ് ആണ് എയ്ഡ്സ് ഉണ്ടാക്കുന്നത്. So, ELISA tests are utilized to detect antibodies to HIV in the blood. ഈ HIV, ഹ്യൂമൻ ഇമ്മ്യൂണോഡെഫിഷ്യൻസി വൈറസിന്റെ ആന്റിബോഡീസ് ബ്ലഡിൽ ഉണ്ടോ എന്നറിയാനായിട്ട് ഉപയോഗിക്കുന്ന ടെസ്റ്റ് ആണ് ELISA ടെസ്റ്റ്. Now, if these antibodies are present, it suggests that the person has been exposed to the virus. ആ ടെസ്റ്റിന്റെ റിസൾട്ട് അതാണ്. ആന്റിബോഡീസ് ഉണ്ടെങ്കിൽ അതിന്റെ അർത്ഥം ആ വ്യക്തിക്ക് ഈ വൈറസ് കോൺട്രാക്ട് ചെയ്തിട്ടുണ്ട് എന്നുള്ളത്. Now, ELISA tests are known for their sensitivity and specificity in diagnosing HIV infection, making them a critical tool in the early detection and management of AIDS. Okay, അപ്പം ഇത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. എയ്ഡ്സിന്റെ ഒരു സിറ്റുവേഷനിൽ അല്ലെങ്കിൽ HIV ഇൻഫെക്ഷന്റെ സിറ്റുവേഷനിൽ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അത് കണ്ടെത്തുന്നതിനും വളരെ നേരത്തെ തന്നെ കണ്ടെത്തുന്നതിനും അതിന്റെ എതിരെയുള്ള പ്രതിരോധം സ്വീകരിക്കുന്നതിനും വേണ്ടി സഹായകരമാകുന്ന ഒന്നാണ് ELISA ടെസ്റ്റ് എന്ന് പറയുന്നത്. ഇനി മറ്റ് ഓപ്ഷൻസ് നമുക്ക് നോക്കാം, എന്തുകൊണ്ട് അതിവിടെ നമ്മൾ ചൂസ് ചെയ്തില്ല എന്നുള്ള. ഇനി ലെപ്രസി ഇറ്റ്സ് ഓൾസോ നോൺ ആസ് ഹാൻസൻസ് ഡിസീസ് എന്നും ലെപ്രസി അറിയപ്പെടുന്നു. Now, this is caused by bacterium Mycobacterium leprae. ഇതാണ് ലെപ്രസി കോസ് ചെയ്യുന്നത്. സോ ഈ ലെപ്രസിയുടെ ഡയഗ്നോസിസ് എന്ന് പറയുന്നത് ഇസ് ടിപ്പിക്കലി ബേസ്ഡ് ഓൺ ക്ലിനിക്കൽ സൈൻസ് ആൻഡ് സിംറ്റംസ് rather than ELISA test. അപ്പൊ ELISA ടെസ്റ്റ് അല്ല ഇതിന് ഉപയോഗിക്കുന്നത്. അതിനുള്ള ക്ലിനിക്കൽ സയൻസും സിംറ്റംസും ആ ഫിസിക്കലായിട്ട് കാണാൻ കഴിയുന്ന വിസിബിൾ ആയിട്ടുള്ള സിംറ്റംസ് ഉപയോഗിച്ചാണ് ശരിക്കും ലെപ്രസി ഡിറ്റക്ട് ചെയ്യുന്നത്. ഇനി ക്യാൻസറിന്റെ നോക്കിയാലോ, while certain ELISA tests can detect biomarkers associated with cancer, ELISA is not specifically used for cancer diagnosis. ഇപ്പൊ ക്യാൻസർ എസ്റ്റാബ്ലിഷ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ELISA ടെസ്റ്റ് വളരെ സ്പെസിഫിക് ആയിട്ടുള്ള ചില കാര്യങ്ങൾക്ക് വേണ്ടി ക്യാൻസറിന്റെ സിറ്റുവേഷനിൽ ഉപയോഗിക്കാം. പക്ഷെ ക്യാൻസർ ഡിറ്റക്ട് ചെയ്യുന്നതിനുള്ള ആ ഒരു ഡയറക്റ്റ് ടെസ്റ്റ് ELISA ടെസ്റ്റ് അല്ല എന്നുള്ളതാണ്. അതുകൊണ്ട് ഇത് നമ്മുടെ ഓപ്ഷൻ അല്ല എന്നുള്ളതാണ്. ഓക്കെ, ഇപ്പൊ ക്യാൻസറിന് യൂഷ്വലി എന്താ പറയേണ്ടത്, ഇമേജിംഗ് ടെസ്റ്റ് നടത്താറുണ്ട്, ബയോപ്സി നടത്താറുണ്ട്, ആൻഡ് സ്പെസിഫിക് ട്യൂമർ മാർക്കർ ടെസ്റ്റും അതിന് നടത്താറുണ്ട്. ഇനി ഓപ്ഷൻ ഡി മലേറിയ ആണ് നമുക്ക് അടുത്തുണ്ടായിരുന്ന ഒരു ഓപ്ഷൻ. ഇപ്പം മലേറിയ ഇസ് കോസ്ഡ് ബൈ പ്ലാസ്മോഡിയം പാരസൈറ്റ്സ്. ഇപ്പൊ പ്ലാസ്മോഡിയം പാരസൈറ്റ്സ് ആണ് മലേറിയ കോസ് ചെയ്യുന്നത്.
Now, these are detected in the blood by microscopic examination അല്ലെങ്കിൽ റാപ്പിഡ് ഡയഗ്നോസ്റ്റിക് ടെസ്റ്റ് RDTs ടു ഡിറ്റക്ട് ആന്റിജൻസ്. അപ്പൊ മലേറിയ ഡിറ്റക്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ബ്ലഡ് മൈക്രോസ്കോപ്പിലൂടെ എക്സാമിൻ ചെയ്യും, അത് ഒരു രീതി. അല്ലെങ്കിൽ റാപ്പിഡ് ഡയഗ്നോസ്റ്റിക് ടെസ്റ്റ് ഉപയോഗിക്കുന്നു RDT, ഇതിന്റെ മലേറിയയുടെ ആന്റിജൻസ് ഉണ്ടോ എന്നറിയുന്നതിന്. Now, ELISA can be used for research or specific diagnostic purposes in malaria. ഒരു ഹൈ ലെവൽ ഇൻഫർമേഷൻ ആണത്. എലിസ ഒരു പക്ഷേ മലേറിയയെ കുറിച്ച് കൂടുതൽ പഠിക്കുന്നതിന് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും സ്പെസിഫിക് ആയിട്ടുള്ള ഡയഗ്നോസിസ് ചെയ്യുന്നതിന് ഉപയോഗിക്കാം. പക്ഷേ ഇതൊരു പ്രൈമറി ആയിട്ട് ഉപയോഗിക്കുന്ന ഒരു റൂട്ടല്ല മലേറിയ ഡിറ്റക്ഷന് വേണ്ടിയിട്ട്. അതുകൊണ്ട് എലിസ ടെസ്റ്റ് ഈ ഒരു ഓപ്ഷൻ നമുക്ക് ഫീസിബിൾ അല്ല എന്നുള്ളത്. മൂവിങ് ഓൺ ടു ക്വസ്റ്റ്യൻ നമ്പർ 8. Which is correct about AIDS? AIDS-നെ കുറിച്ച് ഈ പറഞ്ഞിരിക്കുന്നതിൽ ഏതാണ് കറക്റ്റ് എന്നുള്ളതാണ്. സോ ഡ്രഗ് അഡിക്ട്സ് ആർ ലീസ്റ്റ് സസെപ്റ്റബിൾ. അപ്പൊ ഡ്രഗ്സ് ഉപയോഗിക്കുന്നവർക്ക് ഇത് വരാൻ സാധ്യത കുറവാണ്. കെയർ ആൻഡ് ന്യൂട്രീഷൻ ക്യൂർ എയ്ഡ്സ് പേഷ്യൻസ്. അപ്പൊ അവർക്ക് കെയറും ന്യൂട്രീഷനും കൊടുത്താല് അവരെ സുഖപ്പെടുത്താം എന്നുള്ളതാണ് അടുത്തത് പറയുന്നത്. Now, virus enters helper T cells and reduces their number. അപ്പം വൈറസ് ഹെൽപ്പർ T സെൽസിനെ ആക്രമിക്കുന്നു, അങ്ങനെ ഹെൽപ്പർ T സെൽസിന്റെ നമ്പർ കുറയ്ക്കുന്നു. ഓപ്ഷൻ ഡി, ഇറ്റ് ക്യാൻ സ്പ്രെഡ് ത്രൂ ഈറ്റിംഗ് ഫുഡ് ടുഗദർ വിത്ത് എൻ ഇൻഫെക്റ്റഡ് പേഴ്സൺ. ഇൻഫെക്റ്റഡ് ആയിട്ടുള്ള ഒരു വ്യക്തിയുടെ ഒപ്പം ഇരുന്ന് ഭക്ഷണം കഴിക്കുന്നത് കൊണ്ട് എയ്ഡ്സ് വരാനുള്ള സാധ്യതയുണ്ട്, അല്ലെങ്കിൽ എയ്ഡ്സ് വരും എന്നുള്ളതാണ് ഓപ്ഷൻ ഡി പറയുന്നത്. നമ്മുടെ ആൻസർ ഇവിടെ ഓപ്ഷൻ സി ആണ്. വൈറസ് ഈ ഹെൽപ്പർ T സെൽസിനെ അതിനെ ആക്രമിക്കുന്നു, അങ്ങനെ അതിന്റെ നമ്പേഴ്സ് കുറയ്ക്കുന്നു എന്നുള്ളതാണ് അതിന്റെ കറക്റ്റ് ആൻസർ. സോ എങ്ങനെ നമ്മൾ ഈ ആൻസറിൽ വന്ന് എന്ന് നമുക്ക് നോക്കാം. എയ്ഡ്സ് അല്ലെങ്കിൽ അക്വയർഡ് ഇമ്മ്യൂണോ ഡെഫിഷ്യൻസി സിൻഡ്രോം, അതാണ് എയ്ഡ്സിന്റെ ഫുൾ ഫോം. ഇസ് കോസ്ഡ് ബൈ HIV, ഹ്യൂമൻ ഇമ്മ്യൂണോ ഡെഫിഷ്യൻസി വൈറസ്. ഈ വൈറസ് ആണ് എയ്ഡ്സ് മനുഷ്യരിൽ കോസ് ചെയ്യുന്നത്. Now, this targets the immune system. ഈ ഇമ്മ്യൂണോ ഡെഫിഷ്യൻസി എന്ന് പറയാനുള്ള കാര്യം, ഈ ഒരു വൈറസ് മനുഷ്യ ശരീരത്തിലെ ഇമ്മ്യൂൺ സിസ്റ്റത്തിനെയാണ് അത് തകർക്കുന്നത് എന്നുള്ളതാണ്. സ്പെസിഫിക്കലി CD4+ T cells, ഓൾസോ നോൺ ആസ് ഹെൽപ്പർ T cells, ഈ സെൽസിനെ പ്രധാനമായിട്ട് ഇത് ആക്രമിക്കുന്നു എന്നുള്ളതാണ്. HIV infects these cells, uses them to replicate and ultimately leads to their destruction. ഈ HIV സെൽസ് ഹെൽപ്പർ T സെൽസിൽ വന്നു കഴിഞ്ഞാൽ അത് ഹെൽപ്പർ T സെൽസിനെ കൺവേർട്ട് ചെയ്ത് അതിനെ ഉപയോഗിക്കുകയാണ് ഈ HIV സെൽസ് സെൽസിന്റെ എണ്ണം വർദ്ധിപ്പിക്കുന്നത്. അങ്ങനെ അൾട്ടിമേറ്റ്ലി ഈ ഹെൽപ്പർ T സെൽസിന്റെ മരണം സംഭവിക്കുന്നു എന്നുള്ളത്. Now, this process significantly reduces the body's ability to fight off infections and diseases, as CD4+ T അല്ലെങ്കിൽ helper cells play a crucial role in coordinating the immune response. അപ്പൊ മനുഷ്യ ശരീരത്തിലെ ആ ഒരു ഇമ്മ്യൂണിറ്റി സിസ്റ്റം നിലനിർത്തി കൊണ്ടുപോകുന്നതിന് ഉപയോഗിക്കുന്ന അല്ലെങ്കിൽ അതിന് വേണ്ടി പ്രവർത്തിക്കുന്ന സെൽസ് ആണ് ഈ ഹെൽപ്പർ T സെൽസ് എന്ന് പറയുന്നത്. ഇനി മറ്റ് ഓപ്ഷൻസ് നമുക്കൊന്ന് നോക്കാം. ഇപ്പം ഡ്രഗ് അഡിക്ട്സ് ആർ ലീസ്റ്റ് സസെപ്റ്റബിൾ എന്ന് നമ്മൾ പറയുന്നുണ്ട്. ഓക്കെ, അപ്പൊ എന്താണ് ഈ ഒരു സ്റ്റേറ്റ്മെന്റ് ശരിക്കും ഇൻകറക്റ്റ് ആണ്. കാരണം ഡ്രഗ് അഡിക്ട്സ് എസ്പെഷ്യലി നീഡിൽസ് ഷെയർ ചെയ്യുന്നവർ, അപ്പൊ ഡ്രഗ്സ് സിറിഞ്ചസ് യൂസ് ചെയ്തും ഡ്രഗ്സ് ശരീരത്തിലോട്ട് കടത്തുന്നുണ്ട് അല്ലെ. അപ്പൊ നീഡിൽസ് ഷെയർ ചെയ്യും എന്നുള്ളതാണ്. ഒരാൾ ഉപയോഗിച്ച് അതേ നീഡിൽ തന്നെ മറ്റൊരു വ്യക്തി ഉപയോഗിക്കും. സോ ദേ ആർ അറ്റ് ഹയർ റിസ്ക് ഓഫ് കോൺട്രാക്ടിങ് HIV. അപ്പൊ റിസ്ക് കൂടുതലാണ്, കാരണം HIV ബ്ലഡിലൂടെ പകരും. ഒരു നീഡില് ഒരു ശരീരത്തിൽ കടത്തി വിട്ടു കഴിഞ്ഞാൽ അത് മറ്റൊരു ശരീരത്തിലേക്ക് കടത്തുമ്പം ആ പ്രീവിയസ്ലി ഉണ്ടായിരുന്ന വ്യക്തിക്ക് ഈ അസുഖം ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും അത് മറ്റേ വ്യക്തിക്കും പകരും എന്നുള്ളതാണ്. കെയർ ആൻഡ് ന്യൂട്രീഷൻ ക്യൂർ എയ്ഡ്സ് പേഷ്യന്റ്. അപ്പൊ എയ്ഡ്സ് പേഷ്യൻസിന് നമുക്ക് കെയറും ന്യൂട്രീഷനും കൊടുക്കണം. കാരണം കെയർ ആൻഡ് പ്രോപ്പർ ന്യൂട്രീഷൻ ക്യാൻ ഇംപ്രൂവ് ദ ക്വാളിറ്റി ഓഫ് ലൈഫ് ഫോർ സമൺ ലിവിംഗ് വിത്ത് HIV ഓർ എയ്ഡ്സ്, ബട്ട് ദേ ഡു നോട്ട് ക്യൂർ ദ ഡിസീസ്. അപ്പൊ ഇത് ആ ഒരു ഡിസീസിനുള്ള ഒരു പരിഹാരമല്ല, പക്ഷെ അവരുടെ ജീവിത നിലവാരം മെച്ചപ്പെടുത്തി കൊണ്ടുവരാം എന്നുള്ളതാണ്. ആന്റി റെട്രോവൈറൽ തെറാപ്പി അല്ലെങ്കിൽ ART is the standard treatment for HIV infection. അപ്പം HIV വന്നു കഴിഞ്ഞാൽ ART അല്ലെങ്കിൽ ആന്റി റെട്രോവൈറൽ തെറാപ്പി ആണ് ശരിക്കും അതിന് ഉള്ള ഒരു സ്റ്റാൻഡേർഡ് ട്രീറ്റ്മെന്റ് എന്ന് പറയുന്നത്. ഓക്കെ, വിച്ച് ഓൾദോ അതും ഒരു 100% ക്യൂർ അല്ല,
പക്ഷെ സിഗ്നിഫിക്കൻ്റ്ലി ഒരു വ്യക്തിയുടെ ജീവിതം അല്ലെങ്കിൽ ജീവിത കാലാവധി കൂട്ടിക്കൊടുക്കാനായിട്ട് കഴിയും ഈ ഒരു എന്താ പറയേണ്ടത് ട്രീറ്റ്മെന്റിലൂടെ. മാത്രമല്ല ഇവർക്ക് വളരെ ചാൻസ് കുറവാകും അവർ മറ്റുള്ളവരുടെ ഇൻഫെക്ട് ചെയ്യുന്നതിനുള്ള ചാൻസസ് ഇതുകൊണ്ട് കുറവായി വരും. ഇനി ഒരു ഓപ്ഷനും കൂടിയുണ്ട്, ഓപ്ഷൻ ഡി. അപ്പോ ഇവിടെ ഓപ്ഷൻ ഡിയിൽ പറഞ്ഞത് എന്താണ്? ഭക്ഷണം ഒരുമിച്ച് കഴിക്കുന്നത് കൊണ്ട് HIV അല്ലെങ്കിൽ എയ്ഡ്സ് സ്പ്രെഡ് ആകും എന്നുള്ളത്. ഇത് ഓൾറെഡി തീരുമാനിച്ചിട്ടുള്ള ഒരു കാര്യമാണ്, അല്ലെങ്കിൽ പ്രൂവ് ചെയ്തിട്ടുള്ള ഒരു കാര്യമാണ്. HIV അല്ലെങ്കിൽ എയ്ഡ്സ് കെൻ നോട്ട് ബി ട്രാൻസ്മിറ്റഡ് ത്രൂ കാഷ്വൽ കോൺടാക്ട്. ഓക്കെ, അപ്പൊ കാഷ്വൽ കോൺടാക്ട് എന്ന് പറയുമ്പോൾ ഭക്ഷണം ഷെയർ ചെയ്യുന്നതാകാം, സെയിം പാത്രങ്ങൾ ഉപയോഗിക്കുന്നതാകാം, ഇനി അതുമല്ല ഒന്ന് ഹഗ് ചെയ്യുന്നതോ കിസ് ചെയ്യുന്നതോ ഷേക്ക് ഹാൻഡ് കൊടുക്കുന്നതോ ആ തരത്തിൽ HIV അല്ലെങ്കിൽ എയ്ഡ്സ് ട്രാൻസ്മിറ്റ് ആകില്ല എന്നുള്ളത് സയന്റിഫിക്കലി പ്രൂവൻ ആണ്. Now, it is primarily spread through sexual contact. ഇനി അതുമല്ലെങ്കിൽ നീഡിൽസ് ഷെയർ ചെയ്യുന്നതോടുകൂടി, ഇനി അതുമല്ലെങ്കിൽ ഫ്രം മദർ ടു ചൈൽഡ് ഡ്യൂറിങ് ബർത്ത് ഓർ ബ്രസ്റ്റ് ഫീഡിങ്. ബ്രസ്റ്റ് ഫീഡിങ്ങിലൂടെ അല്ലെങ്കിൽ ഇന്ന് മദർ ഇൻഫെക്റ്റഡ് ആണെങ്കിൽ അത് കുഞ്ഞിന് പകരാനുള്ള സാധ്യതയുണ്ട് എന്നുള്ളത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഈസ് നമ്പർ 9. AIDS virus spreads in the body through. അപ്പൊ AIDS വൈറസ് സപ്രസർ T സെൽസിലൂടെയാണോ, കാരിയർ T സെൽസിലൂടെയാണോ, ഹെൽപ്പർ T സെൽസിലൂടെയാണോ, കില്ലർ T സെൽസിലൂടെയാണോ? വെൽ, ഓപ്ഷൻ സി ആണ് നമ്മുടെ ആൻസർ, ഹെൽപ്പർ T സെൽസിലൂടെ. നമ്മൾ നേരത്തെ ഒന്ന് കുഞ്ഞിതായിട്ട് ഡിസ്കസ് ചെയ്തിരുന്നു അല്ലെ? അപ്പൊ ഹെൽപ്പർ T സെൽസിലൂടെ, ആ സെൽസ് വേണമെന്നും പറഞ്ഞുകൊണ്ട് ട്രാൻസ്മിറ്റ് ചെയ്യുന്നതല്ല, അതിനെ ഇൻഫെക്ട് ചെയ്ത് അല്ലെങ്കിൽ അതിനെ അറ്റാക്ക് ചെയ്ത് HIV ട്രാൻസ്മിറ്റ് ആകുന്നതാണ് അല്ലെ, സ്പ്രെഡ് ആകുന്നതാണ്. ഹ്യൂമൻ ഇമ്മ്യൂണോ ഡെഫിഷ്യൻസി വൈറസ് അല്ലെങ്കിൽ HIV വിച്ച് കോസസ് എയ്ഡ്സ് എന്ന് പറയുമ്പോൾ അക്വയർഡ് ഇമ്മ്യൂണോ ഡെഫിഷ്യൻസി സിൻഡ്രം, പ്രൈമറിലി ഹെൽപ്പർ T സെൽസിനെയാണ് അത് ഇൻഫെക്ട് ചെയ്യുന്നത്. ഈ സെൽസ് എന്തിനാണ്? നമ്മുടെ ഇമ്മ്യൂണിറ്റി സിസ്റ്റം നിലനിർത്തുന്നതിന് വേണ്ടിയിട്ട് ഈ ഹെൽപ്പർ T സെൽസ് മനുഷ്യ ശരീരത്തിൽ ആവശ്യമാണ്. HIV ഈ സെൽസിനെ അറ്റാക്ക് ചെയ്യുന്നു ആൻഡ് അതിന്റെ ജനറ്റിക് മെറ്റീരിയൽ ഈ ഒരു എന്താ പറയണ്ട സെൽസിന്റെ DNA ആക്കുന്നു. HIV സെൽസിന്റെ ജനറ്റിക് മെറ്റീരിയൽ ഹെൽപ്പർ T സെൽസിന്റെ ജനറ്റിക് മെറ്റീരിയലിലോട്ട് കലർത്തുന്നു. അങ്ങനെ വരുമ്പോഴത്തേക്ക് ആ ഹെൽപ്പർ T സെൽസിന്റെ പ്രവർത്തനത്തെ കംപ്ലീറ്റ് ഇത് ഹൈജാക്ക് ചെയ്യുന്നു എന്നുള്ളതാണ്. എന്നിട്ട് അവർ ഈ ഹെൽപ്പർ T സെൽസിനെ ഉപയോഗിച്ച് കൂടുതൽ വൈറസിന്റെ കോപ്പീസ് ശരീരത്തിൽ ഉണ്ടാക്കും. അങ്ങനെയാണ് ഇത് സ്പ്രെഡ് ആകുന്നത്. So this process gradually depletes the body's helper T cells, weakening the immune system and leading to AIDS when untreated. അപ്പോ വളരെ പതുക്കെ അല്ലെങ്കിൽ ഒരു സ്പെസിഫിക് സ്പീഡിൽ ശരീരത്തിന്റെ ഹെൽപ്പർ സെൽസിനെ കംപ്ലീറ്റ് ഇത് അറ്റാക്ക് ചെയ്യുന്നു. അപ്പോൾ ഹെൽപ്പർ T സെൽസ് ഇല്ലാതെ വരുമ്പം ഇമ്മ്യൂണിറ്റി സിസ്റ്റം കൃത്യമായിട്ട് പ്രവർത്തിക്കില്ല. അത് പ്രവർത്തിക്കാതെ വരുമ്പോഴാണ് ഇതിന്റെ ആ ഒരു സ്പ്രെഡ് ഉണ്ടാകുന്നത്. ഇനി ബാക്കി സെൽസിന്റെ കാര്യം നമുക്കൊന്ന് നോക്കാം. ബാക്കി ഓപ്ഷൻസിൽ ഓപ്ഷൻ എ ആയിരുന്നു അടുത്തത്. അതിനകത്ത് സപ്രസർ T സെൽസ്. സപ്രസർ T സെൽസ് കോമൺലി അതിനെ റെഗുലേറ്ററി T സെൽസ് അല്ലെങ്കിൽ ട്രെഗ്സ് എന്നറിയപ്പെടും. അപ്പൊ ഇതെന്താ ചെയ്യുന്നത്? റെഗുലേറ്റ് ദ ഇമ്മ്യൂൺ റെസ്പോൺസ് ആൻഡ് പ്രിവെന്റ് ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസസ്. ഓക്കെ, HIV primarily targets helper T cells, not suppressor T cells. അപ്പൊ സപ്രസർ സെൽസ് എന്താണ് ചെയ്യുന്നത്? ആ ഒരു ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസസിനെ അത് പ്രിവെന്റ് ചെയ്യുന്നത്, ആ ഒരു റെഗുലേറ്ററി അല്ലെങ്കിൽ ഇമ്മ്യൂൺ സിസ്റ്റത്തിനെ ഒന്ന് കൺട്രോളിൽ വെക്കുന്നു. അതിനാണ് സപ്രസർ T സെൽസ്. ഇനി കാരിയർ T സെൽസോ, ദ ടേം കാരിയർ T സെൽസ് എന്ന് പറയുമ്പോൾ ഇസ് നോട്ട് എ സ്റ്റാൻഡേർഡ് ടേം. HIV അല്ലെങ്കിൽ എയ്ഡ്സിന്റെ കോണ്ടെക്സ്റ്റിൽ അതൊരു സ്റ്റാൻഡേർഡ് ടേം അല്ല. ഇനി കില്ലർ T സെൽസോ, കില്ലർ T സെൽസ് അല്ലെങ്കിൽ സൈക്കോടോക്സിക്സ് T ലിംഫോസൈറ്റ്സ് CTLs എന്നതിനെ പറയും. ദീസ് ആർ ഇൻവോൾവ് ഇൻ കില്ലിംഗ് ഇൻഫെക്റ്റഡ് സെൽസ് ഇൻ ക്യാൻസർ സെൽസ്. ഇൻഫെക്റ്റഡ് ആയിട്ടുള്ള സെൽസിനെയും ക്യാൻസർ സെൽസിനെയും വകവരുത്തുക എന്നുള്ളതാണ്. While important in immune response to HIV, the primary target of HIV is the helper T cells. ഇത് HIV-യിൽ നിന്നുള്ള പ്രതിരോധത്തിന് ഇമ്പോർട്ടന്റ് ആണ് ഈ കില്ലർ T സെൽസ് എന്ന് പറയുന്നത്. പക്ഷേ HIV കില്ലർ T സെൽസിനെ ടാർഗറ്റ് ചെയ്യുന്നില്ല എന്നുള്ളത്. ഇനി ഒരു ക്വസ്റ്റ്യൻ കൂടി നമുക്ക് ഇന്ന് നോക്കാം. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഇസ് നോട്ട് എ കൺജനിറ്റൽ ഡിസീസ്? കൺജനിറ്റൽ ഡിസീസ് ഏത് അല്ല എന്നുള്ളതാണ്. സിക്കിൾ സെൽ അനീമിയ, ആൽബിനിസം, ഹിമോഫീലിയ ഓർ ഹെപ്പറ്റൈറ്റിസ്. അപ്പൊ ഈ 4 ഓപ്ഷൻസിൽ നമുക്കറിയാം ഇവിടെ കറക്റ്റ് ആൻസർ ഓപ്ഷൻ ഡി ആണ്. ഹെപ്പറ്റൈറ്റിസ് ഒരു കൺജനിറ്റൽ ഡിസീസ് അല്ല എന്നുള്ളത് നമ്മുടെ ആൻസർ ഉണ്ട്. അപ്പൊ ഇതിന്റെ ഓപ്ഷൻസ് അല്ലെങ്കിൽ എന്തുകൊണ്ട് അതൊരു കൺജനിറ്റൽ ഡിസീസ് അല്ല എന്ന് നമുക്കൊന്ന് നോക്കാം. സോ hepatitis is not a congenital disease in the sense that it is not inherited genetically from one's parents.
അത് പേരൻസിൽ നിന്ന് ജനറ്റിക്കലി ട്രാൻസ്മിറ്റ് ആയി വരുന്ന ഒന്നല്ല എന്നുള്ള ആ ഒരു അർത്ഥത്തിലാണ് ഹെപ്പറ്റൈറ്റിസ് കൺജനിറ്റൽ അല്ല എന്ന് പറയുന്നത്. Instead, hepatitis refers to an inflammation of the liver, usually caused by viral infections, toxins, or certain drugs, and less commonly by autoimmune diseases. അപ്പോൾ ഈ ഹെപ്പറ്റൈറ്റിസ് എന്ന് പറയുമ്പോഴത്തേക്ക് ശരിക്കും ലിവറിന്റെ ഒരു ഇൻഫ്ലമേഷനെ തന്നെയാണ് ഇവിടെ റെഫർ ചെയ്യുന്നത്. ആൻഡ് പലപ്പോഴും ഇത് വൈറൽ ഇൻഫെക്ഷൻസ് കൊണ്ടാകാം, ടോക്സിൻസ് കൊണ്ടാകാം, ചില ഡ്രഗ്സിന്റെ ഉപയോഗം കൊണ്ടാകാം, അങ്ങനെയൊക്കെയാണ് ഇത് ഉണ്ടാവുക. Now, it can be acquired at any point in life through various means such as viral transmission, contaminated food or water, or exposure to infected bodily fluids. ഇപ്പൊ ശരീരത്തില് ഇൻഫെക്റ്റഡ് ആയ ഒരു വ്യക്തിയുടെ ശരീരത്തിലെ ഫ്ലൂയിഡ്സിലൂടെ ഇത് വരാം. ഇനി അതുമല്ലെങ്കിൽ കണ്ടാമിനേറ്റഡ് ആയ വെള്ളം അല്ലെങ്കിൽ ഭക്ഷണത്തിലൂടെ ഇത് ട്രാൻസ്മിറ്റ് ആകാം. ഇത് വൈറൽ ട്രാൻസ്മിഷൻ തന്നെയാണ് എന്നുള്ളത്. ഇനി മറ്റ് ഓപ്ഷൻസ് നമുക്കൊന്ന് ക്വിക്ക് ആയിട്ട് നോക്കാം. ഓക്കെ, ഇവിടെ ആദ്യം നമുക്കുള്ളത് സിക്കിൾ സെൽ അനീമിയ, ഓപ്ഷൻ ബി ആൽബിനിസം ആൻഡ് ഓപ്ഷൻ സി ഹീമോഫീലിയ. ഇതെല്ലാം കൺജനിറ്റൽ ഡിസീസസിന്റെ എക്സാമ്പിൾസ് ആണ്. കാരണം ദീസ് ആർ ഓൾ ഇൻഹെറിറ്റഡ് ആൻഡ് പ്രസന്റ് ഫ്രോം ബർത്ത്. ജന്മന ഉള്ളതാണ് ഇത്, അല്ലെങ്കിൽ ജന്മന വരാൻ സാധ്യതയുള്ളതാണ്. ദേ ആർ കോസ്ഡ് ബൈ ജനറ്റിക് മ്യൂട്ടേഷൻസ് പാസ്ഡ് ഫ്രം പേരൻസ് ടു ഓഫ്സ്പ്രിങ്സ്. അപ്പം മാതാപിതാക്കളിൽ നിന്ന് കുഞ്ഞുങ്ങളിലേക്ക് ഇത് പാസ് ഓൺ ആകുന്നു, ജനറ്റിക് മ്യൂട്ടേഷൻ നടക്കുന്നത്, അങ്ങനെയാണിത് ഇൻഫെക്റ്റഡ് ആകുന്നത്. സിക്കിൾ സെൽ അനീമിയ നമ്മൾ നോക്കുവാണെങ്കിൽ ഇറ്റ്സ് എ ജനറ്റിക് ഡിസോർഡർ ദാറ്റ് എഫക്ട്സ് ദ ഷേപ്പ് ഓഫ് റെഡ് ബ്ലഡ് സെൽസ്. RBCസിന്റെ ഷേപ്പിനെ എഫക്ട് ചെയ്യുന്നതാണ് സിക്കിൾ സെൽ അനീമിയ എന്ന് പറയുന്നത്. ഇനി ആൽബിനിസമോ is caused by mutations in one of several genes that affect melanin production in the skin and eyes. കണ്ണിലും സ്കിന്നിലും മെലാനിന്റെ പ്രൊഡക്ഷനെ ഇത് എഫക്ട് ചെയ്യുന്നു എന്നുള്ളതാണ്. അതാണ് ആൽബിനിസം എന്ന് പറയുന്നത്. ഇനി ഹീമോഫീലിയോ, ഇതും ഒരു ജനറ്റിക് ഡിസോർഡർ ആണ്. ദിസ് ഇമ്പയർസ് ദ ബോഡീസ് എബിലിറ്റി ടു മേക്ക് ബ്ലഡ് ക്ലോട്ട്സ്. ആ പ്രോസസ് ദാറ്റ് ഇസ് നീഡഡ് ടു സ്റ്റോപ്പ് ബ്ലീഡിങ്. നമുക്കറിയാം ബ്ലഡ് ക്ലോട്ട് ആണ്. നമ്മുടെ കയ്യോ കാലോ ഒന്ന് മുറിഞ്ഞാല് അത് തനിയെ ആ രക്തം പോക്ക് നിൽക്കണം. അപ്പോ ആ ഹീമോഫീലിയ ഉള്ള ഒരു വ്യക്തിയാണെങ്കിൽ ആ ബ്ലഡ് ക്ലോട്ട് ആകില്ല. ആ എന്താ പറയേണ്ടത്, ആ ഒരു ബ്ലഡ് ലീക്ക് കണ്ടിന്യൂസ് ആയിട്ട് നടന്നുകൊണ്ടിരിക്കും എന്നുള്ളത്. സോ ഇന്നത്തെ ലെസൺസ് നമുക്ക് ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യാം. താങ്ക് യു വെരി മച്ച് ഫോർ വാച്ചിങ് ആൻഡ് വിഷ് യു എ ഗുഡ് ഡേ അഹെഡ്. താങ്ക് യു.